ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഓട്ടവടയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ വട തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. നമ്മൾ ഈ പായസം വെക്കാനൊക്കെ ചേർക്കില്ലേ കടലപ്പരിപ്പ്, ആ പരിപ്പാണിത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർക്കാൻ വെക്കാം. കടലപ്പരിപ്പ് ആയതിൻ്റെ പേരിൽ കുറച്ചധികം സമയം വേണം. ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് കുതിർക്കാൻ ഇടണം. എങ്കിൽ മാത്രമേ നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇത്. എന്നാൽ ശരി, ഒരു 3-4 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കടലപ്പരിപ്പെല്ലാം നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു 2-3 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ കടലപ്പരിപ്പെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആകെ നമുക്ക് വേണ്ട സമയം ഈ പരിപ്പൊന്ന് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരേണ്ട അത്രയും സമയം മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ്. മീഡിയം സൈസ് സവാളയിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളക്, ഒരു ചെറിയൊരു പച്ചമുളക് ചേർക്കണുള്ളൂ. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടി ചേർക്കുകയാണ്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി വേണ്ടത് ഒരല്പം കുരുമുളക് പൊടിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർക്കുകയാണ്. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പില കൂടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ട് സ്മൂത്തായിട്ട് അരിഞ്ഞിട്ട് പോകാൻ പാടില്ല. ചെറിയ തരി പോലെ ഉണ്ടാവണം. അങ്ങനെ വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ശരി, ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പെല്ലാം നല്ലതുപോലെ ചെറുതായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിലാണ് ഇതിപ്പോൾ റോൾ ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയം എടുക്കും ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പുവടയുടെ ഷേപ്പിൽ നമുക്ക് ഇട്ടാലും മതിയാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഇച്ചിരി വലുതായിട്ടാണ് ഇടുന്നത്, ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം തയ്യാറാക്കിയിട്ട് ചൂട് ഓയിലിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. കുറച്ച് വലിയ സൈസ് ആയതിൻ്റെ പേരിൽ കുറച്ചധികം സമയം നമ്മൾ ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അകം വേകാതെ കിട്ടും. ഇപ്പോൾ ചെറിയ പീസായിട്ടാണ് ഇടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ഫസ്റ്റ് ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടിരിക്കണം. അതിനുശേഷം മീഡിയത്തിൽ നിന്നും ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം എല്ലാം കളറ് മാറിയിട്ട് അകമെല്ലാം വേകാതെ കിട്ടും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടവട നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ കൂടെ നല്ലൊരു ചായ മാത്രം മതിയാകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഈ വീഡിയോസിൻ്റെ എല്ലാം 1 മിനിറ്റ് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ഡെയിലി റൂട്ടീനും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.